പകയുള്ളവർ അപവാദങ്ങൾ സൃഷ്ടിക്കും, വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും, മൂഢന്മാരാകട്ടെ അത് വിശ്വസിക്കും. ജീവിതത്തിൽ അപവാദം കേൾക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ചിലർ അത് കേൾക്കുമ്പോൾ നൊമ്പരപ്പെടുന്നു, മറ്റു ചിലരാകട്ടെ കരയുന്നു. ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിലർ ചിന്തിക്കുന്നു. സത്യത്തിൽ ആർക്കൊക്കെയാണോ പകയും അസൂയയും ഉള്ളത്, അവരുടെ മനോവൈകല്യത്തിൽ നിന്നാണ് ഓരോ അപവാദവും ജനിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ സ്നേഹിതർ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ നേരിട്ട് ചൂണ്ടിക്കാണിച്ച് തിരുത്തുവാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ ഗ്രാഫാണ് അപവാദങ്ങൾ ഉണ്ടാക്കുവാൻ ചില തൽപര കക്ഷികളെ പ്രേരിപ്പിക്കുന്നത്. തനിക്ക് മുന്നേ മറ്റുള്ളവരെ വളർത്തുവാൻ വേണ്ടി അനുവദിക്കാത്ത കുഷ്ഠം ബാധിച്ചിട്ടുള്ള മനസ്സുള്ളവരാണ് അവർ. ആൺ പെൺ വ്യത്യാസമില്ലാതെ എത്രയധികം ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആരെയും ബോധിപ്പിച്ച് നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കുവാൻ നമുക്ക് കഴിയില്ല. ആരും ഇവിടെ പരിപൂർണരുമല്ല. തെറ്റുകൾ പറ്റുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ പറ്റിയ തെറ്റ് തിരുത്തുക എന്നത് ദൈവികവുമാണ്. ഇനി തെറ്റിൽ തുടരുന്നത് വളരെയേറെ പൈശാചികമാണ്. ചെയ്തത് തെറ്റായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ കൂടി അത് മനസ്സിലാക്കി തിരുത്തുവാൻ ശ്രമിക്കുക. സോറി പറയേണ്ടടുത്ത് സോറി പറയുക. ഏതൊരു വസ്തുതയ്ക്കും ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടാവും. പല കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അതെല്ലാം വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നേർക്കാഴ്ചകൾ പോലും നമ്മൾ കണ്ടു മനസ്സിലാക്കിയതുപോലെ ആകണമെന്നില്ല. അപവാദം പറഞ്ഞു നടക്കുന്നവരിൽ ബന്ധുക്കളും സ്വന്തക്കാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉൾപ്പെടാം. ഒന്നും അറിയാൻ പാടില്ലെങ്കിലും അവരവരുടെ കഴിവ് തെളിയിക്കുവാൻ മേൽ പറഞ്ഞവർ എല്ലാവരും മിടുക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ സ്നേഹബന്ധങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുകയും കാപട്യം നിറയുകയും ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അതിന് കാരണം അസൂയയും കുശുമ്പും സ്വാർത്ഥതയും കൊണ്ട് മനസ്സ് മാലിന്യമായതുകൊണ്ടാണ്. ഇനി ആരാണ് ഇങ്ങനെയുള്ള അപവാദം പറയുന്നതും പ്രചരിപ്പിക്കുന്നതും എന്ന് നോക്കിയാൽ നമ്മുടെ മനസ്സിന്റെ വേദന കുറയും. കാരണം വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും കുടുംബ മഹിമയും ഉള്ളവർ ഇത്തരം അപവാദങ്ങൾ മെനഞ്ഞെടുക്കുകയോ പറഞ്ഞു നടക്കുകയോ ചെയ്യില്ല. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ച് ആരൊക്കെയോ പറഞ്ഞ കള്ളപ്രചരണങ്ങൾ വേദനയോടുകൂടി പങ്കുവെച്ചപ്പോൾ എൻ്റെ മറുപടി ഇതായിരുന്നു: പാടെ അവരെ അവഗണിക്കുക. അവർ അവിടെ ഉണ്ട് എന്ന് ഗൗനിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുക. എന്നും പറയാറുള്ള പോലെ ആരും നീതീകരിക്കുവാൻ ഇല്ലാത്തപ്പോൾ സ്വന്തം മനസാക്ഷി ആവണം ഏറ്റവും വലിയ ന്യായാധിപൻ. അപവാദങ്ങൾ ചിരിച്ചുകൊണ്ട് നേരിടാം. ഇതുപോലെ നമ്മുടെ ശരികൾ നമ്മുടേത് മാത്രമാണ്.